ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മലേഷ്യയിൽ നിന്ന് ബാലി എത്തിയിരിക്കുകയാണ്. ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഡിജിറ്റൽ അറൈവൽ കാർഡൊക്കെ വേണം. അപ്പോൾ നമ്മൾ നേരത്തെ അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ അറൈവൽ കാർഡ് മാത്രമല്ല, കസ്റ്റംസ് ഡിക്ലറേഷനും അതുപോലെ തന്നെ ലവ് ബാലി എന്ന് പറഞ്ഞ് ബാലിയുടെ ഒരു ടാക്സ് ഒക്കെ നമ്മൾ അടച്ചിരിക്കണം. ഞങ്ങളിതെല്ലാം മുന്നേ ഓൺലൈനിൽ തന്നെ ചെയ്തുകൊണ്ട് ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ വളരെ ഈസി ആയിരുന്നു. ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ക്ലൂക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ച് ടാക്സി ഒക്കെ ബുക്ക് ചെയ്ത് നേരെ ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോയി. നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു. ഇന്നാണ് ഞങ്ങളുടെ ബാലിയിലെ ആദ്യത്തെ ദിവസം. കറങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഡോളേഴ്സ് ഒക്കെ ഇന്റർനാഷണൽ രൂപയാക്കി മാറ്റി. പൈസ കണ്ടപ്പോൾ തന്നെ വിശപ്പം തുടങ്ങി. പിന്നെ കറൻസി എക്സ്ചേഞ്ചിന്റെ തൊട്ടടുത്തുള്ള ടൈം ഔട്ട് എന്ന് പറഞ്ഞൊരു കഫേ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. സ്നേക്ക് ഒരു കാരമലൈസ്ഡ് ആപ്പിൾ ടോസ്റ്റും എനിക്കൊരു ചിക്കൻ പനീനിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. രണ്ടും ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച സന്തോഷത്തിൽ ഞങ്ങൾക്ക് ഇനി കറങ്ങാൻ പോകണം. അപ്പം ഞങ്ങൾ ആദ്യം ഒരു സ്കൂട്ടർ റെന്റിന് എടുക്കണം. സ്കൂട്ടർ റെന്റിന് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ഞാനത് നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പേ തന്നെ അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ പറഞ്ഞു തരുന്നതാണ്. സ്കൂട്ടി എടുത്ത് ഞങ്ങൾ നേരെ പോയത് തെനാലോ ടെമ്പിളിലേക്കാണ്. തെനാലോ ടെമ്പിള് ബാലിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ഈ ടെമ്പിള്. ഈ ടെമ്പിളിന് പിന്നിൽ ഒരു കഥ തന്നെയുണ്ട്. അത് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 16-ാം നൂറ്റാണ്ടിൽ ജാവയിൽ നിന്നെത്തിയ ഒരു ഹിന്ദു സന്യാസി ബാലിയിൽ ഹിന്ദുമതം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പാറദ്വീപ് കണ്ടെത്തി അവിടെ സന്യസിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇത് ബാലിയിലെ ഭരണാധികാരികൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തെ പുറത്താക്കാൻ അവർ പല വഴികളും നോക്കി. ഒടുവിൽ അദ്ദേഹം ധ്യാനിച്ചിരുന്ന ആ പാറ തന്നെ കടലിനുള്ളിലേക്ക് മാറ്റി. അങ്ങനെയാണ് തെനാലോട്ട് എന്ന പേര് ആ ടെമ്പിളിന് വന്നത്. തെനാലോട്ട് എന്ന കടലിലെ ഭൂമി എന്നാണ് അർത്ഥം. ബാലിയിലെ തന്നെ ഒരു 7 സമുദ്ര ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ശരിക്കും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണിത്. അവിടുത്തെ ആ ഒരു ആംബിയൻസും ആ ഒരു മൂഡൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പം നിങ്ങൾ ബാലി പോകുമ്പം എന്തായാലും തെനാലോ ടെമ്പിളിൽ പോകാൻ മിസ്സാക്കരുത്. എന്തായാലും പോവുക. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഹെലികോപ്റ്റർ കണ്ടു. ബാലിയുടെ ഒരു ടൂറിസം പദ്ധതിയാണിത്. 10 മിനിറ്റ് ബാലി മുഴുവൻ ഹെലികോപ്റ്ററിൽ കൊണ്ട് ചുറ്റിക്കാണിക്കും. ഇവിടെ നിന്ന് ഞങ്ങൾ ഇനി നേരെ പോകുന്നത് കെച്ചക് ഫയർ ഡാൻസ് കാണാനും GWK സ്റ്റാച്ചു കാണാനുമാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രം ഫുഡി ഫ്രണ്ട്സ്.